അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് 8ാം ക്ലാസ്സിലേക്ക് തയ്യാർ ചെയ്ത തസ്കിയത്തുൽ വിൽദാനിന്റെ 8ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ഹലാലുൻ ലന വ ഹറാമുൻ അലൈക്കും, ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമുമാണ് എന്ന പവിത്രമായ വളരെ ചിന്താർഹമായ ഒരു സംഭവമാണ് ഈ പാഠത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നോക്കൂ, വായിക്കാം. ഫറഗ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു മിൻ ഹജ്ജിഹി, അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു ഹജ്ജിൽ നിന്ന് വിരമിച്ചു. വനാമ ഫിൽ മസ്ജിദിൽ ഹറാം, അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ ഉറങ്ങി. ഫറഅ ഫി മനാമിഹി മലക്കൈനി നാസിലൈനി മിനസ് സമാ, ഉറക്കത്തിൽ അദ്ദേഹം ആകാശത്തിൽ നിന്ന് 2 മലക്കുകൾ ഇറങ്ങി വരുന്നതായി സ്വപ്നം കണ്ടു. ഫജറ ബൈനൽ മലക്കൈനി ഹിവാറുൻ, അങ്ങനെ 2 മലക്കുകളുടെ ഇടയിൽ സംഭാഷണം നടക്കുന്നു. ഒന്നാമത്തെ മലക്ക് ചോദിക്കാണ്, കം ഹജ്ജ മിനൻ നാസി ഹാദൽ ആം, ഈ വർഷം എത്ര പേരാണ് ഹജ്ജ് ചെയ്തിട്ടുള്ളത്? രണ്ടാമത്തെ മലക്ക് പറയുന്നു, സിത്തു മിഅത്തി അൽഫിൻ, 6 ലക്ഷം പേര് ഹജ്ജ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒന്നാമത്തെ മലക്ക് ചോദിക്കുന്നു, ഫകം ഖുബില ഹജ്ജുഹും, അവരുടെ എത്ര പേരുടെ ഹജ്ജാണ് സ്വീകരിച്ചിട്ടുള്ളത്? രണ്ടാമത്തെ മലക്ക് മറുപടി പറയുന്നു, ലം യുഖ്ബൽ ഹജ്ജു അഹദ് മിൻഹും, അതിൽപ്പെട്ട ഒരാളെയും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ലാക്കിൻ, പക്ഷേ റജുലുൻ ബിദിമിഷ്ക യഖ്സിഫുൻ നാല, ഡമസ്കസിലെ ചെരുപ്പ് കുത്തിയ ഒരു മനുഷ്യൻ. ഇസ്മുഹു മുവഫഖ്, അദ്ദേഹത്തിന്റെ പേര് മുവഫഖ് എന്നാണ്. ലം യഅ്തിൽ ഹജ്ജ, അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടില്ല. വലാക്കിൻ ഖുബില ഹജ്ജുഹു, പക്ഷെ അദ്ദേഹത്തിന് ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. വബി ബറകത്തിഹി ഹജ്ജിഹി ഖുബിലൽ ഹജ്ജ് കുല്ലുഹു, അദ്ദേഹത്തിന്റെ ഹജ്ജിന്റെ പുണ്യം കൊണ്ട് മുഴുവൻ പേരുടെയും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഹബ്ബ അബ്ദുല്ലാഹ് ബിൻ മുബാറക് റളിയല്ലാഹു മിൻ നൗമിഹി, അബ്ദുല്ലാഹ് ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ഉറക്കിൽ നെട്ടി ഉണർന്നു. വ ഖസദ ദിമിഷ്ക ലിസിയാറത്തി ഹാദർ റജുലിൽ മുബാറക്, അദ്ദേഹം വിശുദ്ധനായ ആൾ അന്വേഷിച്ചുകൊണ്ട് ഡമസ്കസിനെ ഉദ്ദേശിച്ച് നീങ്ങി. ഹത്താ വസ്വല ഇലാ ബാബിഹി, അങ്ങനെ അദ്ദേഹത്തിന്റെ വാതിൽപ്പടിയിലേക്ക് എത്തിച്ചേർന്നു. ഫസഅലഹു അൻ ഇസ്മിഹി, അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു. ഫഖാല മുവഫഖ്, മുവഫഖാണ് പേരെന്ന് മറുപടി പറഞ്ഞു. സുമ്മ സഅലഹു, പിന്നീട് അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യു ഖൈരിൻ ഖറജ മിൻക ഹത്താ വജത്ത ഹാദിഹി ദറജ, ഈ ഉന്നത പദവിയിലേക്ക് താങ്കളെ എത്തിക്കാൻ എന്ത് നന്മയാണ് താങ്കൾ ചെയ്തത്? ഫഖസ്സ അലൈഹി മുവഫഖുൻ ഖിസ്സതഹു, അങ്ങനെ മുവഫഖ് തന്റെ ചരിത്രം, തന്റെ കഥ വിവരിച്ചു നൽകി. എന്തായിരുന്നു കഥ? നോക്കൂ. അന്നഹു കാന യർജുൽ ഹജ്ജ, അദ്ദേഹം ഹജ്ജിന് വേണ്ടി ആഗ്രഹിച്ചു. ഫക്തസബ 300 ദിർഹം മിൻ ഖസ്ഫിൻ നാലി, ചെരുപ്പ് കുത്തിയിട്ട് 300 ദിർഹം അദ്ദേഹം ഉണ്ടാക്കി വെച്ചു. വഖസദ ഹജ്ജ ഹാദൽ ആം, ആ വർഷം തന്നെ അദ്ദേഹം ഹജ്ജിനും ഉദ്ദേശിച്ചു. ഫദാത ലൈലത്തിൻ, അന്ന് രാത്രി. ഫാഹത്ത് മിൻ മത്ബഖി ജാറത്തിഹി, അദ്ദേഹത്തിന്റെ അയൽവാസിനിയുടെ അടുക്കളയിൽ നിന്ന് അടിച്ചു വീശി. റായിഹത്തു തൊബ്ഖില്ല, മാംസം വേവിച്ചതിന്റെ വാസന. ഫസ്തഹത് സൗജത്തുഹു അൽ ഹാമിൽ ദാലിക തആം, അദ്ദേഹത്തിന് ഗർഭിണിയായ ഭാര്യ ആ ഭക്ഷണത്തിനോട് ആഗ്രഹം വന്നു. ഫഅതാ ജാറത്തഹു, അങ്ങനെ അദ്ദേഹം തന്റെ അയൽവാസിയുടെ ചെന്നു. ഫഖാലത്, അപ്പോൾ അയൽവാസിനി പറഞ്ഞു, ഹലാലുൻ ലനാ വ ഹറാമുൻ അലൈക്കും, ഇത് ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമുമാണ്. ഫഇന്ന ഐതാമി ജാഉ 3 അയ്യാമിൻ, കാരണം എൻ്റെ യതീമക്കൾ 3 ദിവസമായി വിശന്നിരിക്കുകയാണ്. ഫവജത്തു മൈതത ഹിമാരിൻ, അങ്ങനെ എനിക്ക് ഒരു കൈതയുടെ ശവം ലഭിച്ചു. ഫഖതഅതു മിൻഹാ ഖിത്അതൻ, ഞാൻ അതിൽ നിന്നൊരു കഷ്ണം എടുത്തു. ഫതബഖ്തുഹാ ലഹും, അതാണ് അവർക്ക് വേവിച്ച് നൽകിയിട്ടുള്ളത്. ദഹിഷ മുവഫഖുൻ ഹീനമാ സമിഅ ഹാദൽ ഖബർ, ഈ വർത്തമാനം കേട്ടപ്പോൾ മുവഫഖ് അന്താളിച്ചു.
വസഅ ഇലാ ദാരി, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വേഗം കുതിച്ചു. ഫറജഅ ബിസലാസതി മിഅതി ദിർഹമിൻ അഅദ്ദഹാ ലിഹജ്ജിഹി, അദ്ദേഹം ഹജ്ജിന് വേണ്ടി തയ്യാറാക്കി വെച്ച 300 ദിർഹം എടുത്ത് കൊണ്ടുവന്നു. വഅതാഹാ ലിജാറത്തിഹിൽ അർമല, അദ്ദേഹത്തിന്റെ വിധവയായ അയൽവാസിനിക്ക് അത് നൽകി. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അൻഫിഖി അലാ ഐതാമിക്, ഇത് നിന്റെ യതീമക്കൾക്ക് നീ ചെലവഴിക്കൂ. ഫഹിമ അബ്ദുല്ലാഹ് മുബാറക് സിർറ റുഇയ, അദ്ദേഹം കണ്ട സ്വപ്നത്തിന്റെ രഹസ്യം അബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു അൻഹുവിനെ ബോധ്യപ്പെട്ടു. വഅദ മസ്റൂറൻ, അദ്ദേഹം സന്തുഷ്ടനായി മടങ്ങി. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്, ഇതായിരുന്നു കഥ. ഇനി നോക്കൂ. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആരിഫുൻ, ആത്മജ്ഞാനിയും, സാഹിദുൻ മിൻ ഖിയാരി താബിഈൻ, പ്രപഞ്ചത്യാഗിയും താബീങ്ങളിൽ ഉത്കൃഷ്ടരുമാണ്. ഉലിദ സന ഹിജറ 118, ഹിജറ 118 ജനിച്ചത്. വതൗഫിയ ബിഹീത സന ഹിജറ 181, അദ്ദേഹം ഹിജറ 181 ഹീത്തിലാണ് വഫാത്തായത്. ഹീത്തി എന്നുള്ളത് ഇറാഖിൽപ്പെട്ട ഒരു സ്ഥലമാണ്. ഇതാണ് ഹെഡിങ്ങിൽ പറഞ്ഞ ഹലാലുൻ ലനാ വ ഹറാമുൻ അലൈക്കും. തന്റെ അയൽവാസിനിയുടെ അടുക്കളയിൽ നിന്ന് മാംസത്തിന്റെ, വേവിച്ച മാംസത്തിന്റെ വാസന അടിച്ചു വീശിയത് ഏതായിരുന്നു മാംസം? തന്റെ യതീമക്കൾക്ക് വിശപ്പ് കാരണം 3 ദിവസമായി ഭക്ഷണം കഴിച്ച് വിശന്ന് വരയുന്ന സമയത്ത് തന്റെ മക്കൾ കരഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ഒന്നും കൊടുക്കാനില്ലാത്ത സമയത്ത് ഒരു ചത്ത കൈതയിൽ നിന്ന് കഷ്ണം മുറിച്ചെടുത്താണ് വേവിച്ച് നൽകിയത്. അത്ര അയൽവാസിനി പട്ടിണിയെടുക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ മുഅ്മിനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ആ അയൽവാസിക്ക് വേണ്ടി താൻ ഒരുക്കി വെച്ച, ഹജ്ജിന് വേണ്ടി ഒരുക്കി വെച്ച ചെരുപ്പ് കുത്തിയിട്ട് ഉണ്ടാക്കുന്ന ആ നാണയത്തുട്ടുകൾ സ്വരൂപിച്ച് 300 ദിർഹമാക്കി. ആ 300 ദിർഹമാണ് തൻ്റെ അയൽവാസിക്ക്, പ്രയാസപ്പെടുന്ന അയൽവാസിക്ക് നൽകിയിട്ടുള്ളത്. അത് കാരണം കൊണ്ട് ആ വർഷത്തെ എല്ലാവരുടെ ഹജ്ജും സ്വീകരിച്ചെങ്കിൽ അത്രയും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അയൽവാസികൾ. അയൽവാസികളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നാം കണ്ടറിഞ്ഞുകൊണ്ട് പരസ്പരം സഹകരണം നടത്തേണ്ടതാണ്. വലിയ പ്രതിഫലമുള്ളതാണ്. ഇസ്ലാം അതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളതുമാണ്. അയൽവാസികളുടെ കടമകൾ വീട്ടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അൽ മുലാഹലാത്ത് നഹ്വിയ, ഇതിൽ പറയുന്ന ഇന്നാ വാഖ്വാത്തുഹ, ഇന്നയുടെയും സഹോദരന്മാരും. ഇന്ന, അന്ന, ലൈത്ത, ലാക്കിന്ന, ലഅല്ല, കഅന്ന, ഇങ്ങനെ 6 ഹർഫുകളാണുള്ളത്. ഹാദിഹിൽ അഹ്റുഫു സിത്തത്തു തുസമ്മ ഇന്ന വാഖ്വാത്തിഹ, ഈ 6 ഹർഫുകൾക്ക് പറയുന്ന പേര് ഇന്ന വാഖ്വാത്തിഹ എന്നുള്ളതാണ്. തൻസിബിൽ മുബ്തദ, അത് മുബ്തദാക്ക് നസ്ബ് ചെയ്യും. വയുസമ്മ ഇസ്മഹ, അതിന് ഇസ്മി എന്നാണ് പേര് പറയാം. വ തർഫഉൽ ഖബറ, ഖബറിന് റഫും ചെയ്യും. വയുസമ്മ ഖബറ, ഇന്നഖ്വാത്തിന്റെ ഖബർ എന്നാണ് പറയാം. അപ്പൊ ഇന്നഖ്വാത്തിന്റെ ജോലി എന്താണ്? ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫുമാണ്. കാനഖ്വാത്ത് നമ്മൾ നേരെ മുമ്പത്തെ പാഠത്തിൽ പറഞ്ഞു. അതിന്റെ അമല്, അതിന്റെ ജോലി ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. എന്താണത്? ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബുമാണെങ്കിൽ ഇന്നഖ്വാത്തിന്റെ ജോലി എന്താണ്? ഇസ്മിനിക്ക് നസ്ബ്, ഖബറിനിക്ക് റഫ്. അൽ അംസില, ഇനി ഉദാഹരണങ്ങൾ നോക്കൂ. ഒന്നാമത്തത് ഇന്നൽ മുവഫഖ കരീമുൻ, ഇന്ന വെച്ചിട്ടാണ് ഉദാഹരണം. നിശ്ചയം മുവഫഖ് മാന്യനാണ്. ഇവിടെ ഇന്നന്റെ ഇസ്മാണ് മുവഫഖ്, ഇഅ്റാബ് നസ്ബ്. ഇന്നന്റെ ഖബർ കരീമുൻ, ഇഅ്റാബ് റഫ്. രണ്ടാമത്തത് അലിമ അന്നൽ ജാറത്ത ഫഖീറത്തുൻ, അദ്ദേഹം തൻ്റെ അയൽവാസി ദരിദ്രനാണെന്ന് നിശ്ചയം അറിഞ്ഞു. ഇവിടെ അന്നയുടെ ഇസ്മാണ് ജാറത്ത്, ഇഅ്റാബ് നസ്ബ്, ഖബർ ഫഖീറത്താണ്, ഇഅ്റാബ് റഫ്. ഇനി മൂന്നാമത്തത് വലാകിന്നന്നാസ ഗാഫിലൂൻ, പക്ഷേ ജനങ്ങൾ അശ്രദ്ധരാണ്. ഇവിടെ ലാക്കിന്നന്റെ ഇസ്മാണ് നാസ, ഇഅ്റാബ് നസ്ബ്, ഖബർ ഗാഫിലൂൻ, ഇഅ്റാബ് റഫ്, അവിടെ വാബ് കൊണ്ടാണ് റഫ്. നാലാമത്തത് കഅന്നൽ ജീറാന നായിമൂൻ, അയൽവാസികൾ ഉറങ്ങുന്നത് പോലെ.
അന്നയുടെ ഇസ്മ ജീറാൻ ഇറാബ് നസ്ബ്, ഖബർ നായിമുൻ ഇറാബ് റഫ്, വാവ് കൊണ്ടാണ് റഫ്. അഞ്ചാമത്തത് ഫലൈത്തൽ അഗ്നിയ മുതനബ്ബഹൂൻ, സമ്പന്നർ ഉണർന്നിരുന്നുവെങ്കിൽ എന്നർത്ഥം. ലൈത്തന്റെ ഇസ്മ അഗ്നിയ ഇറാബ് നസ്ബ്, ഖബർ മുനബ്ബഹൂൻ ഇറാബ് റഫ്, വാവ് കൊണ്ട് റഫ്. ആറാമത്തത് ഫലഅല്ലൽ ഫുഖറാ മസ്റൂറുൻ, ഫഖീർമാർ സന്തുഷ്ടരായേക്കാം. ഇവിടെ ലാലന്റെ ഇസ്മാണ് ഫുഖറാ, ഇറാബ് നസ്ബ്, ഖബർ മസ്റൂർ, ഇറാബ് റഫ്. ഇനി നമുക്ക് തരിബാത്ത് വായിക്കാം. നഖറ ഇസ്തഹ യസ്തഹി ദഹിഷ യദ്ഹഷു ആദ്ദ യുഇദ്ദു ഫാഹ യഫൂഹു ജാ യജൂഉ ഫറഗ യഫ്റുഗു ഖസഫ യഖ്സിഫു ഹബ്ബ യഹുബ്ബു. ഈ നക്തബുൽ മാന അർത്ഥം ഇതാനാണ്. ഹിവാറുൻ സംഭാഷണം, ഖസ്ഫുൻ ചെരുപ്പ് കുത്തി, മത്ബഖുൻ അടുക്കള, അർമലത്തുൻ വിധവ, അർഇയ സ്വപ്നം, മസ്റൂറുൻ സന്തുഷ്ടൻ, ആരിഫുൻ ആത്മജ്ഞാനി, സാഹിദുൻ പ്രപഞ്ചത്യാഗി. ഇനി നക്തശിഫു സിയാഖാത്ത് സന്ദർഭങ്ങൾ വിവരിക്കുക. ഒന്നാമത്തത് കം ഹജ്ജ മിനന്നാസി ഹാദല്ലാം, ഈ വർഷം എത്ര പേരാണ് ഹജ്ജ് ചെയ്തത്. സന്ദർഭം എന്ന് പറഞ്ഞാൽ എന്താ, ആര് ആരോട് എപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ്. ഇതാരാണ് ചോദിച്ചത്? അബ്ദുല്ലാ മുബാറക് റളിയല്ലാഹു അൻഹു ഹജ്ജ് കഴിഞ്ഞ് മസ്ജിദുൽ ഹറാമിൽ ഇറങ്ങിയപ്പോൾ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ട് മലക്കുകൾ സംഭാഷണം നടത്താണ്. അതിൽപ്പെട്ട ഒരു മലക്ക് ചോദിച്ചതാണ് ഈ വർഷം എത്ര പേർ ഹജ്ജ് ചെയ്തു. ഇനി രണ്ടാമത്തത് ഒബി ബറക്കത്തി ഹജ്ജി ഖുബിൽ ഹജ്ജിൽ കുല്ലി, അദ്ദേഹത്തിന്റെ പുണ്യം കാരണം മുഴുവൻ പേരുടെയും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു. ഇതാരാ പറഞ്ഞത്? ഒന്നാമത്തെ മലക്ക് ചോദിച്ചു എത്ര പേര് ഹജ്ജ് സ്വീകരിച്ചു എന്ന് ചോദിച്ചപ്പോൾ രണ്ടാമത്തെ മലക്ക് പറഞ്ഞതാണ് ആരും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഡമസ്കസിലെ മുവഫഖ് എന്ന പേരുള്ള ഒരു ചെരുപ്പ് കുത്തി അദ്ദേഹം ഹജ്ജ് ചെയ്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ പുണ്യം കാരണം മറ്റുള്ള എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു. ഇതാണ് സന്ദർഭം. ഇനി മൂന്നാമത്തത് ഹലാലുൻ ലനാ വ ഹറാമുൻ അലൈക്കും, ഇത് ഞങ്ങൾക്ക് ഹലാൽ നിങ്ങൾക്ക് ഹറാമുമാണ്. മുവഫഖിന്റെ അയൽവാസിയുടെ അടുക്കളയിൽ നിന്ന് വേവിച്ച മാംസത്തിന്റെ സ്മെല്ല് വന്നപ്പോൾ തന്റെ ഗർഭിണിയായ ഭാര്യ ഭക്ഷണത്തിലേക്ക് ആഗ്രഹം പ്രകടിച്ചപ്പോൾ അയൽവാസിനടുത്തേക്ക് മുവഫഖ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ അയൽവാസിന് പറഞ്ഞതാണിത് ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമുമാണ്. നാലാമത്തത് അംഫിഖി അല ഐതാമിക്, ഇതിന്റെ യതീമകൾ ചെലവഴിക്കൂ. ആരാ പറഞ്ഞത്? മുവഫഖ് റളിയല്ലാഹു അൻഹു തന്റെ അയൽവാസിയുടെ പ്രയാസങ്ങൾ കേട്ടപ്പോൾ താൻ ഹജ്ജിന് വേണ്ടി തയ്യാറാക്കി വെച്ച 300 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞതാണ് ഇതിന്റെ യതീമകൾ ചെലവഴിക്കൂ എന്നുള്ളത്. ഇനി അൽബിത്തു ബിൽ അഷ്കാലി, ഹർക്കത്തുകൾ ഇട്ട് വായിക്കാനാണ്, തെറ്റില്ലാതെ വായിക്കാം. എന്താ വായിക്കേണ്ടത്? മുവഫഖുൻ റജുലുൻ മുബാറക്കുൻ. 2 ഇന്നൽ ഐതാമ ജിയാഉൻ. 3 ലഅല്ലൽ ഫഖീറ സ്വാബിറുൻ. 4 കാന ഷേഖു സാഹിദൻ. ഇനി അവസാനത്തെ വർക്കുള്ളത് അൽ വാജിബുൽ മൻസിൽ, ഹോംവർക്കാണ്. നുഇദ്ദു ഫിഖറതൈനി അൻ ഖിസ്സത്തി അബ്ദുല്ലാ മുബാറക് മവൽ മുവഫഖ്. അബ്ദുല്ലാ മുബാറക് റളിയല്ലാഹു മുവഫഖും തമ്മിൽ നടന്ന ഒരു കഥയുടെ 2 പാരാഫാക്കി എഴുതാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹാന്മാരായ അബ്ദുല്ലാ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെയും മുവഫഖ് റളിയല്ലാഹു അൻഹു ബർക്കത്ത് കൊണ്ട് നമ്മയും അള്ളാഹു തആല നന്നാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.